എല്ലാവർക്കും നമസ്കാരം. ജീവിത വഴിയിൽ നമ്മൾ പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട്. മോശ പർവ്വതത്തിൽ വെച്ച് മുൻപോട്ട് പോകാനുള്ള വഴി ദൈവത്തോട് ചോദിച്ചറിയുന്നു. ജീവിത വഴിയിൽ പകച്ചു നിൽക്കുന്ന ഓരോരുത്തരും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി മുൻപോട്ട് പോകാനുള്ള വഴി അവനോട് ചോദിച്ചറിയണം. അതിൻ്റെ കാരണം യഹോവയുടെ വഴികൾ തികവുള്ളതാണ്. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും അവൻ്റെ വഴികളുണ്ട്. വഴിയാത്രക്കാർ ബുദ്ധിഹീനരായാലും യഹോവയുടെ വഴിയിൽ തെറ്റുപറ്റുകയില്ല. ഇനി ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നോർത്ത് നീ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഇരിക്കുകയാണോ? ഭയപ്പെടേണ്ട. നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കണ്ണുനീരോട് ചോദിക്കുക. സമുദ്രമധ്യേ ഇസ്രായേൽ ജനത്തിന് വഴി തുറന്നു കൊടുത്തൊരു ദൈവം ജീവിക്കുന്ന ദൈവമാകയാൽ നിനക്ക് വഴി അവൻ തുറന്നു തരും. നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു. ജോൺ ടൗസൻഡ് ആൻഡ് ഹെൻറി ക്ലൗഡ് ചേർന്നെഴുതിയ ഗോഡ് വിൽ മേക്ക് എ വേ എന്ന ഗ്രന്ഥത്തിൽ അവർ കുറിക്കുന്നുണ്ട്, when God makes a way for you through your trial, it is an active, not passive process. പച്ചവെള്ളത്തിന്മേൽ വീഞ്ഞിൻ്റെ വഴി കാനാവിലെ ഗൃഹനാഥന് വേണ്ടി കർത്താവ് ഒരുക്കിയ വഴിയാണ്. ലാസറിന്റെ കല്ലറയുടെ വാതുക്കൽ ജീർണതയുടെ മേൽ ജീവന്റെ വഴി ഒരുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. ക്രൂശിൽ ഉയർപ്പിന്റെ പാത സൃഷ്ടിച്ചവൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണർവിൻ്റെയും ഉയർപ്പിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും പാത സൃഷ്ടിക്കും. ഒരു ഭക്തൻ കുറിക്കുന്നു, ലൈഫ് ഈസ് ഗോഡ്സ് നോവൽ, ലെറ്റ് ഹിം റൈറ്റ് ഇറ്റ്. ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നിശ്ചയം. അവനായി ഒരുങ്ങാം, വിശുദ്ധിയോടെ ജീവിക്കാം. 18-ാം സങ്കീർത്തനം 30-ാം വാക്യം, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗ്ഗീയ ദൈവമേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത വഴിയിൽ വല്ലാതെ ആശങ്കപ്പെടുകയും നിരാശപ്പെടുകയും പകച്ചു പോവുകയും ചെയ്യുന്ന അനേക നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകമായി അവർക്കായി പ്രാർത്ഥിക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ നടുവിലും സമുദ്രത്തിൻ്റെ മധ്യേയും വഴി തുറക്കുന്നൊരു കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത വഴിയിൽ അങ്ങയുടെ കരം പിടിച്ച് മുൻപോട്ട് പോകാൻ ദൈവകൃപ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സമർപ്പിതരാകണമേ. വിശുദ്ധിയുടെ വഴിയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.